Hello friends, it's me Rizwan. അപ്പം ടോപ്പ് ആൻഡ് ഫൈവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആണ്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ സംഭവം പിടികിട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ആഗ്രഹമാണല്ലോ സ്വന്തമായിട്ട് ഒരു ഗെയിമിംഗ് പി സി വേണമെന്ന്. അപ്പം എനിക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് വാങ്ങിക്കാൻ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു മിനി ഗെയിമിംഗ് പി സി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് വിൻഡോസ് പി സി ഒന്നുമല്ല, ആൻഡ്രോയിഡ് പി സി ആണ്. എൻ്റെ പഴയ ആൻഡ്രോയിഡ് ബോക്സ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതല്ല. അപ്പം ഞാൻ ഏതായാലും ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്തതെന്നും അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഗെയിമിംഗ് പി സി. അപ്പം ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും പരിപാടി കുറച്ചുണ്ട്. ഇതിന് ഫാൻ സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു അക്രിലിക്കിൻ്റെ ഷീറ്റ് ചെയ്യണം, പിന്നെ പെയിൻറ്റിങ് നമ്മൾ ചെയ്ത അത്ര പോരാ, അതൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് സെറ്റ് ആക്കണം. അപ്പം ഇതിൻ്റെ ഈ ബോഡി ചെയ്തിരിക്കുന്നത് പഴയ ഒരു ഹോം തിയേറ്ററിൻ്റെ സ്പീക്കറിൻ്റെ ബോക്സ് കൊണ്ടാണ് ഗൈസ്. അപ്പം അത് കട്ട് ചെയ്താണ് നമ്മൾ ഈ ഷേപ്പിലാക്കി അത് എടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ അൺബോക്സിങ് ഡ്യൂഡിൻ്റെയൊക്കെ വീഡിയോ കണ്ടാൽ അറിയാം, അതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ്റെ പി സിയുടെ മോഡലിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്, ഫുൾ വൈറ്റ് ആയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും ഏത് രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം ഇതിൻ്റെ ബാക്കി സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ളത് 4GB റാമാണ്, അതുപോലെ തന്നെ 32 GB ഇൻറ്റേർണൽ മെമ്മറി. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, ഇതിൽ പബ്ജി കളിക്കാമോന്ന്. ഇതിൽ അടിപൊളിയായിട്ട് പബ്ജി കളിക്കാൻ ഞാൻ കളിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷേ പബ്ജി കളിക്കുന്നതിന് ഒരു പ്രത്യേക ഒരു സാധനം വേണം, അതായത് ഒരു ഗെയിമിംഗ് പാഡ് വേണം. എന്നാലേ ഇതിൽ പബ്ജി നമുക്ക് ഒരു സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഈ കീബോർഡ് മൗസും വെച്ച് യൂസ് ചെയ്യാനാണെങ്കിൽ അല്പം പാടാണ് പബ്ജി കളിക്കാൻ. പിന്നെ ഇതിൽ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു കൂളിംഗ് ഫാനാണ്. ഇത് ബ്ലാക്ക് ആയിരുന്നു, നമ്മൾ പെയിൻ്റ് അടിച്ച് വൈറ്റ് ആക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രൊസസ്സർ അത്യാവശ്യം ഹീറ്റ് ആവുന്നുണ്ട്. അത് കാരണം ഹീറ്റായി കഴിയുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേക്കകത്ത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഗ്രെയിൻസ് പോലെ വരുന്നുണ്ട്. അപ്പം അത് മാറ്റാൻ വേണ്ടി ഞാനൊരു കൂളിംഗ് ഫാൻ കയറ്റിയിട്ടുണ്ട്. ഇപ്പം പക്കയാണ്, പക്ഷേ അതൊരു 3-4 മണിക്കൂർ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു പ്രോബ്ലം കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റ് സ്പെക്കും കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ 2 USB പോർട്ടും ഒരു മെമ്മറി കാർഡ് സ്ലോട്ടുമാണ് ഇതിൻ്റെ മേളിലുള്ളത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ട് ഒരു DC പവർ ഔട്ട്പുട്ട്, ലാൻ പോർട്ട്, HDMI, പിന്നെ AV ഔട്ട്പുട്ടുമാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. പിന്നെ ഒരു കൂളിംഗ് ഫാൻ വെക്കാനുള്ള ഒരു റൗണ്ട് കട്ടിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പൂർത്തിയാക്കിയിട്ടില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം ഫാൻ വെച്ച്. പിന്നെ ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്തൊരു അടിപൊളി ഗെയിമിംഗ് പി സി ആണിത്. ഓക്കെ, ഒരു ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലൊരു മിനിയേച്ചർ സംഭവം ചെയ്തെടുക്കുന്നത്. അപ്പം അത്രത്തോളം എനിക്ക് സംഭവം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്ത് തീർക്കാനുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ ആക്രിലിക്കിൻ്റെ ഷീറ്റ് കയറ്റണം, അതുപോലെ തന്നെ ബാക്കിൽ ഫാൻ സെറ്റ് ചെയ്യണം. പിന്നെ അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്, പെയിൻറ്റും മറ്റു കാര്യങ്ങളുടെയും. അപ്പോൾ ഗൈസ്, പിന്നെ മറ്റൊരു കാര്യം, ഈ ഫാൻ 12 വോൾട്ടാണ്. അതുപോലെ തന്നെ LED സ്ട്രിപ്പ് നമ്മൾ കയറ്റിയിരിക്കുന്നത് 12 വോൾട്ടിൻ്റെതാണ്. അപ്പോൾ ഒരു ബഗ് ബൂസ്റ്റർ നമ്മൾ ഇതിൻ്റെ അകത്തായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് 5 വോൾട്ടിനെ 12 വോൾട്ടാക്കി കൺവേർട്ട് ചെയ്ത് നമ്മൾ ആ ഫാനും ഈ ലൈറ്റും വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഫാൻ ആഡ് ചെയ്യാനുണ്ട്. അപ്പം ഈ ലോക്ക്ഡൗൺ ആയത് കാരണം കടയൊക്കെ അവധിയാണല്ലോ, അപ്പം അവരുടെ വാങ്ങിച്ച് വെക്കണം ലോക്ക്ഡൗൺ മാറി കഴിഞ്ഞിട്ട്. ഇതൊരു 4K ഔട്ട്പുട്ട് തരുന്ന ഒരു അടിപൊളി മിനി ഗെയിമിംഗ് പി സി ആണ്. പിന്നെ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ ആണെങ്കിൽ ഒരു നമ്മുടെ കൈൻമാസ്റ്ററൊക്കെ ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ 4Kയിൽ എക്സ്പോർട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു അടിപൊളി മിനി ഗെയിമിംഗ് പി സി ആണ് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും നമ്മൾ ഗെയിം കളിക്കുന്നതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇപ്പം മോണിറ്റർ ഇല്ല, അപ്പം നമ്മൾ മോണിറ്ററും അതെല്ലാം സെറ്റാക്കിയിട്ട് മറ്റൊരു വീഡിയോയിൽ ഇവൻ്റെ വർക്ക് കാണിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടിപൊളി ഒരു കമൻറ്റും കൂടി ഇട്ടേക്ക്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.